ഹലോ ഫ്രണ്ട്സ്, അക്കൗണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മളൊരു 3D പ്രിൻറ്റഡ് ടൂത്ത് പിക്ക് ഡിസ്പെൻസറാണ് നമ്മൾ നോക്കുന്നത്. ഒരു 3D പ്രിൻ്റർ ഉണ്ട്. അപ്പോൾ 3D പ്രിൻ്ററിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുത്ത കംപ്ലീറ്റ്ലി 3D പ്രിൻ്റഡ് ആയിട്ടാണ് കേട്ടോ. 3D പ്രിൻറ്റ് ചെയ്തെടുത്ത ഒരു ടൂത്ത് പിക്ക് ഡിസ്പെൻസറാണ്. അതായത് നമുക്ക് ടൂത്ത് പിക്ക് നമുക്ക് ഇത് എടുത്ത് കൊണ്ടുതരും. കൗതുകം തോന്നി, ഓൺലൈനിൽ കണ്ടപ്പോൾ കൗതുകം തോന്നി, അതുകൊണ്ട് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തു. അത് നിങ്ങളൊന്ന് കാണിക്കണം തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വൈകാണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഡിസ്പെൻസർ 3D മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റുകളിലൊക്കെ ഈ മോഡൽ കിട്ടുന്നതാണ്. ഇത് നമ്മളിങ്ങനൊരു സ്ലൈസർ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് നമ്മൾ ഈ മോഡലിനെ 3D പ്രിൻ്റർ മനസ്സിലാവുന്ന G-കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് G-കോഡായിട്ട് കൺവേർട്ട് ചെയ്ത ഈ ഫയൽ എന്ന് പറയുന്നത് മെമ്മറി കാർഡ് വഴി നമ്മൾ പ്രിൻ്ററിൽ ലോഡ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ 3D പ്രിൻറ്റഡ് ഡിസ്പെൻസർ, ടൂത്ത് പിക്ക് ഡിസ്പെൻസർ എന്ന് പറഞ്ഞാൽ വെറും ഈ 3 പീസുകൾ മാത്രം കൊണ്ടാണ് നമ്മൾ ഈ ഡിസ്പെൻസർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് ഒരു കവറുണ്ട്, ഒരു ഹോൾഡർ ഉണ്ട്, അതിനെ ടോട്ടലി കവർ ചെയ്ത് വയ്ക്കുന്ന വേറൊരു പീസും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഭാഗം എന്ന് പറയുന്നത്, അതാണ് ഹോൾഡർ. ഈ ഹോൾഡറിൽ ഡിസൈൻ ചെയ്താൽ നിങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഒരാളുടെ രൂപത്തിൽ ആൾ 2 കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുന്ന രൂപത്തിൽ ആ കൈയുടെ അവിടെ 2 ഗ്രൂവ് ഇട്ടിട്ടുണ്ട്. ഗ്രൂവിൽ ഒരു ടൂത്ത് പിക്ക് ഇരിക്കുന്ന പോലെ. ഇതാണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബോഡിയുമ്പോൾ തന്നെ 4 ഗ്രൂവുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ട് നമ്മുടെ കവറുമ്പോൾ 4 നോച്ചുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ നോച്ചുകൾ ഈ ഗ്രൂവിലേക്ക് മാച്ചായി ഇറങ്ങിയിരിക്കും. എന്നിട്ട് മുകളിലേക്ക് താഴേക്ക് ഒരു സ്ലൈഡിങ് മോഷൻ വരും. അപ്പോൾ ആ സ്ലൈഡ് ചെയ്യുന്നതിലൂടെ ആ ഒരു മെക്കാനിസത്തിലൂടെയാണ് ടൂത്ത് പിക്ക് വരുന്നത്. മുകളിലൊരു കവറിൻ്റെ മുകളിലൊരു ഓപ്പണിംഗ് ഉണ്ട്. ഓപ്പണിങ്ങിലേക്ക് കൂടെ ആയിരിക്കും നമുക്ക് നമ്മുടെ ടൂത്ത് പിക്ക് പൊങ്ങി വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ്. നമുക്ക് ഇതൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. അസംബ്ലിങ് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഏകദേശം ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. നമ്മളിങ്ങനെ സ്ലൈഡർ മുകളിലോട്ടാക്കുന്നു, താഴോട്ടാക്കുമ്പോൾ നമ്മുടെ ടൂത്ത് പിക്ക് ഡിസ്പെൻസറിലെ ആൾ ഒരു ടൂത്ത് പിക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ടൂത്ത് പിക്ക് ലോഡ് ചെയ്യുന്ന സ്ഥലം ഈ ഒരു സ്ഥലത്താണ്. മാക്സിമം പറ്റാവുന്ന എല്ലാം ടൂത്ത് പിക്ക് അതിലിടും. അപ്പോൾ അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഗ്രൂവിൻ്റെ ആ സെയിം ലെവലിലായിരിക്കും ആ ഹോൾഡറിൻ്റെ ആ കൈ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു ടൂത്ത് പിക്ക് ഇറങ്ങി ചെന്ന് കറക്റ്റ് സ്ലോട്ടിൽ അവിടെ ഇരിക്കും. നമ്മൾ തിരിച്ച് റെഡ് കവർ താഴോട്ടാക്കുമ്പോൾ ആ ആൾ പൊങ്ങി വരും. അപ്പോൾ അയാളുടെ കയ്യിൽ ടൂത്ത് പിക്ക് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കുറച്ച് ടൂത്ത് പിക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാക്സിമം ഒരു കൊള്ളാവുന്ന അത്രയും ടൂത്ത് പിക്സ് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് ടൂത്ത് പിക്സ് ആണ് ഇതെല്ലാം. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമ്മൾ ഈ ടൂത്ത് പിക്കിൻ്റെ ഈ മുകളിൽ ലോഡ് ചെയ്ത് നമ്മൾ വെക്കുകയാണ്. ഒരു 5 ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഓറിയൻറ്റേഷനിലൊക്കെ ഇട്ട് തലതിരിച്ചോ അങ്ങനെ വേണമെങ്കിൽ നീളത്തിൽ വെച്ച് ഇടണമെന്നുള്ളൂ. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ഇടാം. തലതിരിച്ചോ കറക്റ്റ് ആംഗിൾ അങ്ങോട്ട് ഒരു സൈഡിലേക്ക് ഇരിക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ ക്യാപ്പ് വെച്ച് നമ്മളങ്ങനെ അടച്ച് വയ്ക്കും. ഇനി ഞാനതിൻ്റെ ബേസിക് വർക്ക് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇത് നമ്മളെ കവറിന് മുകളിലോട്ടാക്കുന്നു, താഴോട്ടാക്കുന്നു, ടൂത്ത് പിക്ക് പൊങ്ങി വരും. നമ്മളെ സ്പീഡിലാക്കുന്നതാണ് തെറിച്ച് പോകണം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ഇതാണ് ഒരു കാര്യം. ഒരു കവുന്നൊരു കാര്യമാണല്ലേ, നമുക്ക് ഒരു ടൂത്ത് പിക്ക് ഒരാളിനെ എടുത്ത് നോക്കിക്കൊണ്ട് തന്നെ പോകുന്നത് അങ്ങനെ തോന്നി. അതുകൊണ്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്തതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ 5 ടൂത്ത് പിക്കും നമ്മുടെ ഈ ആളിങ്ങനെ നമ്മളിങ്ങനെ മൂവ്മെൻറ്റ് കാണിക്കുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് തരും. അപ്പോൾ ഇതാണ് നമ്മുടെ 3D പ്രിൻറ്റഡ് ടൂത്ത് പിക്ക് ഡിസ്പെൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എവിടെയെങ്കിലും നിങ്ങളത് ഫിക്സ് ചെയ്യുവാണെങ്കിൽ അടിയിൽ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്താൽ കുറേ കൂടി ബോഡി സ്റ്റേബിളായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുറേ കൂടി എളുപ്പത്തിൽ വിട്ടൊന്നും പോകാതെ തെറിച്ചൊന്നും പോകാതെ നിങ്ങൾക്ക് സാധനം എടുക്കാം. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പുതിയ 3D പ്രിൻറ്റഡ് ഐറ്റംസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനലിൽ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്. താങ്ക് യു.